ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. 9ാം ക്ലാസ്സിലെ നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ നമ്മളിന്ന് ആരംഭിക്കുകയാണ്. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ സോഷ്യൽ സയൻസ് ട്യൂട്ടർ എന്ന നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു 60ഓളം ക്ലാസ്സുകൾ ടീച്ചർ പോസ്റ്റ് ചെയ്തു. 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടി നമ്മൾ ഇന്നു മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാനും പഠിക്കാനും സാധിക്കും. അപ്പം 9ാം ക്ലാസ്സിലെ കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് കണ്ട് സോഷ്യൽ സയൻസ് പഠിച്ച് നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് ജയിക്കാനും സാധിക്കണം. അപ്പം നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നു. ചാപ്റ്റർ 1 ഹിസ്റ്ററി സോഷ്യൽ സയൻസ് 1. ഇപ്പം നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു ഓൾറെഡി. എങ്കിലും ടീച്ചർ ഒന്നുകൂടി പറയാം. നമുക്ക് 2 പുസ്തകങ്ങളാണുള്ളത്. സോഷ്യൽ സയൻസ് 1 അതായത് ഹിസ്റ്ററി, ദെൻ സോഷ്യൽ സയൻസ് 2 ജോഗ്രഫി. ഇപ്പോൾ ഹിസ്റ്ററി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള 1-2 ചാപ്റ്റേഴ്സ് കൂടി വരും. അതുപോലെ സോഷ്യൽ സയൻസ് 2 ജോഗ്രഫി, അതിൻ്റെ കൂടെ എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ കൂടി വരും. ഓക്കെ, അപ്പം നമുക്ക് 80 മാർക്കാണ് നമ്മുടെ ടേമിലി പരീക്ഷയ്ക്ക് 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ് 1 പുസ്തകങ്ങളിൽ നിന്നും അല്ലെ ചാപ്റ്റേഴ്സിൽ നിന്നും 40 മാർക്കും, സോഷ്യൽ സയൻസ് 2 ടെക്സ്റ്റിൽ നിന്നും 40 മാർക്കും. അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് 2 പുസ്തകത്തിനും. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ടീച്ചർ പിന്നാലെ പറയുന്നതാണ്. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കയറാം. ഹിസ്റ്ററി സോഷ്യൽ സയൻസ് 1 ചാപ്റ്റർ 1 മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്. ഇപ്പോൾ ഇത് 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഒരു ചാപ്റ്ററിൻ്റെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്കിവിടെ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം പഠിച്ചതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതിനകത്തുനിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പം നമുക്ക് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റോൺ ഏജിൽ നിന്നും ശിലായുഗത്തിൽ നിന്നും മുന്നോട്ട്. അപ്പോൾ നമുക്ക് സ്റ്റോൺ ഏജ് പഠിക്കണം. സ്റ്റോൺ ഏജ് കഴിഞ്ഞ് വരുന്ന മെറ്റൽ ഏജ് കൂടി നമുക്കിതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പല വീഡിയോകളായിട്ടായിരിക്കും 30 മിനിറ്റ് വീതമുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്ററിന് ഒരു 4-5 വീഡിയോസ് എങ്കിലും വരും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നായിരിക്കും നമ്മുടെ വീഡിയോകളുടെ നമ്പറിങ്. അപ്പോൾ നിങ്ങൾ അത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്ലേലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയുന്നു. നിങ്ങൾ നമ്മുടെ വീഡിയോകളുടെ നമ്മുടെ ക്ലാസ്സുകളുടെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കണം. ഡിസ്ക്രിപ്ഷനിൽ ആ ചാപ്റ്ററിൽ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ ക്ലാസ്സിൽ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കീവേഡ്സ് ഏതൊക്കെയാണ്, മെയിൻ ഐഡിയാസ് ഏതൊക്കെയാണ്, എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, ഇതെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ ഡിസ്ക്രിപ്ഷനും നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ സയൻസ് 1 പാർട്ട് 1 ടെക്സ്റ്റിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് 1 മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, സെക്കൻഡ് 1 ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്, തേർഡ് 1 ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. ഇത്രയും 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് പാർട്ട് 1 ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ പുസ്തകത്തിൽ ചില സിമ്പിൾസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ചില സിമ്പിൾസ്. ആ സിമ്പിൾസിൻ്റെയൊക്കെ മീനിങ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ അതെന്ന് പറയുന്നത് ഫോർ അഡീഷണൽ നോളജാണ്, നിങ്ങളുടെ അധിക വായനയ്ക്കുള്ളതാണ്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടേമിലി എക്സാമിന് പ്രതീക്ഷിക്കേണ്ട. രണ്ടാമത്തേത് നമുക്ക് നോട്ട് എഴുതേണ്ടതാണ്. മൂന്നാമത്തേതും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ്, ലേണിംഗ് ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റി നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തായിട്ട് വരുന്നത്. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുട്ടിയുടെ പടമുള്ള അത് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് സിമ്പിൾസൊക്കെ നിങ്ങൾ നോക്കിക്കേ, അതൊക്കെ നമുക്ക്
നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, അതുപോലെ കൊള്ളാഷ് മേക്കിംഗ്, നോട്ട് മേക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഈ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾക്ക് എഴുതിയ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന പുസ്തകത്തിലെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. നമുക്കറിയാം, ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വാസ് ജവഹർലാൽ നെഹ്റു. ഹി വാസ് എ ഗുഡ് റൈറ്റർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിര പ്രിയദർശിനിക്ക് എഴുതിയ കത്തുകളാണ്. അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്ത് എഴുതിയ കത്തുകളാണ് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ പേരാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ആ പുസ്തകം ആരാണ് എഴുതിയത്? ജവഹർലാൽ നെഹ്റു. എന്താണ് ആ പുസ്തകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പോർഷനിൽ എന്താണ് പറഞ്ഞിരിക്കുക? പ്രിമിറ്റീവ് ഹ്യൂമൻ ബീയിങ്സും അവരുടെ ടൂൾസിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിച്ച് ആർ ദ ടൂൾസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻ ബീയിങ്സ് അക്കോർഡിംഗ് ടു ദിസ് ബുക്ക് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ? സ്റ്റോൺ ആക്സ്, സ്പിയേഴ്സ്, സ്റ്റോൺ നീഡിൽസ്. അതായത് കല്ലുകൊണ്ടുള്ള മഴു, അതുപോലെ തന്നെ കല്ലുകൊണ്ടുള്ള കുന്തം പോലുള്ള ഉപകരണങ്ങൾ, പിന്നെ കല്ലുകൊണ്ടുള്ള സൂചി, നീഡിൽസ്. ദീസ് ആർ ദ primitive tools. Primitive human beings used all these type of stone tools എന്നൊക്കെയാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുക. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിമിറ്റീവ് ഹ്യൂമൻ ബീങ്സിനെ പറ്റി ആയതുകൊണ്ടാണ് ഇൻട്രഡക്ഷനിൽ നമുക്ക് ഈ ടെക്സ്റ്റിലുള്ള ഒരു പോർഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആരാണ് ഈ ലെറ്റേഴ്സ് ഫ്രം ദ ഫാദർ ടു ഹിസ് ഡോട്ടർ ഹു റോട്ട് ദിസ് ബുക്ക്? It was Jawaharlal Nehru. And the primitive tools, stone axe, spears, stone needles. Okay. Then, based on the methods used to make stone tools, stone age is divided into 3. A stone age, why it is called stone age? Because the main tools and weapons were made of stone implements and stone tools. അപ്പോൾ ഏതൊരു ഏജിനെയും ഹ്യൂമൻ ബീങ്സിൻ്റെ ഹിസ്റ്ററിയെ നമ്മൾ പല സ്റ്റേജസ് ആയിട്ടാണ്, പല ഏജുകളായിട്ടാണ് തിരിക്കുക. എന്തിൻ്റെ ബേസിലാണ് നമ്മളിങ്ങനെ ഏജുകളായിട്ട് തിരിക്കുന്നത്? എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അവർ ടൂൾസ്, വെപ്പൺസ് ഉണ്ടാക്കുന്നത്? ആ മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ ഒരു ഏജായിട്ട് തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഏജ് എന്ന് പറയുന്നത് സ്റ്റോൺ ഉപയോഗിക്കുന്ന ഏജ്. നോക്കുക, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി? Stone age, metal age. Okay, stone age means people use stone tools and stone implements, stone weapons. All items are made of stone. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പേര് പറയുക? സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജ് ഹാസ് 3 parts: Paleolithic age, Mesolithic age, Neolithic age. Then after this stone age we go to metal age. In metal age people use different types of metals. So the weapons and tools all were made of metal. There was 2 stages in metal age: Bronze age and Iron age. In Bronze age people use bronze for making tools and weapons, and in Iron age they use iron implements and iron tools. Okay, so stone age can be divided into 3 based on the method used to make stone tools: Paleolithic age, Mesolithic age, Neolithic age. Today we are studying 2 ages, Paleolithic age and Mesolithic age. ഇന്ന് നമ്മൾ 2 സ്റ്റോൺ ഏജിലെ 2 എണ്ണമാണ് പഠിക്കുക: പാലിയോലിത്തിക് ഏജും മെസോലിത്തിക് ഏജും. മലയാളത്തിൽ പാലിയോലിത്തിക് ഏജിന് എന്താണ് പറയുക? ആദ്യകാല ശിലായുഗം. മെസോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ മധ്യശിലായുഗം, മെസോലിത്തിക്. പർപ്പസ് ഫോർ വിച്ച് ഹ്യൂമൻ ഇൻ പ്രിമിറ്റീവ് ടൈം യൂസ്ഡ് ടൂൾസ്. വിച്ച് ആർ ദ പർപ്പസ്, വിച്ച് വെയർ ദ പർപ്പസ് ഫോർ പ്രിമിറ്റീവ് ഹ്യൂമൻ ബീയിങ്സ് യൂസ്ഡ് ടൂൾസ്. പഴയ കാലത്തെ ഹ്യൂമൻ ബീയിങ്സ്, അതായത് ഈ പ്രിമിറ്റീവ് ഹ്യൂമൻസ്,
അവർ അവരുടെ ടൂൾസൊക്കെ ഉപയോഗിച്ചിരുന്നത് 3 പർപ്പസിനായിരുന്നു, 3 ഉദ്ദേശങ്ങളായിരുന്നു. ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ആനിമൽസ്, വൈൽഡ് ആനിമൽസിൽ നിന്നും സ്വന്തമായിട്ട് രക്ഷിക്കുക, ടു പ്രൊട്ടക്ട് ദംസെൽസ്. ദെൻ ദേ യൂസ് ദിസ് ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ഫോർ ഹണ്ടിങ്, ഓക്കെ, ആൻഡ് ഫോർ ഗാദറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. So they used their tools and implements for 3 purposes. First one, protecting themselves from animals. Second one, for hunting. And third one, for gathering fruits and vegetables. These are the 3 purposes. Very simple, okay? Then, the Paleolithic age had 3 main stages in the use of tools. യൂസ് ഓഫ് ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് പാലിയോലിത്തിക് ഏജിനെ 3 സ്റ്റേജായിട്ട് നമുക്ക് തിരിക്കാം. ഇത് കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. വിച്ച് ആർ ദ 3 മെയിൻ സ്റ്റേജസ് ഓഫ് പാലിയോലിത്തിക് ഏജ്? പാലിയോലിത്തിക് ഏജിനെ അവരുടെ യൂസ് ഓഫ് ടൂൾസ് വെച്ച് 3 സ്റ്റേജായിട്ട് തിരിക്കുന്നു. സ്റ്റേജ്, ഓക്കെ, യൂട്ടിലൈസേഷൻ, ഫാഷനിങ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. വാട്ട് ഈസ് ദിസ് യൂട്ടിലൈസേഷൻ? Utilization means they use the stone tools and implements without any change. മനസ്സിലായല്ലോ? സ്റ്റോൺ ടൂൾസും ഒക്കെ സ്റ്റോണ് നേച്ചറിൽ നിന്ന് എങ്ങനെ കിട്ടുന്നോ അതിനെ അങ്ങനെ തന്നെ ഒരു മാറ്റവും വരുത്താതെ അതിനെ ഇടിക്കുകയോ പൊടിക്കുകയോ ചെറുതാക്കുകയോ അതിന് ഷാർപ്പ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെ അത് നേച്ചറിൽ കിടക്കുന്നോ ആ കല്ലിനെ അതുപോലെടുത്ത് ഇവ യൂസ് ചെയ്താൽ അതിനാണ് എന്ത് പേര് പറയുക? യൂട്ടിലൈസേഷൻ. അപ്പോൾ പാലിയോലിത്തിക് ഏജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആളുകൾ ഏത് സ്റ്റേജിലായിരുന്നു? യൂട്ടിലൈസേഷൻ. കല്ലുകളൊക്കെ എങ്ങനെയാണോ പ്രകൃതിയിൽ കല്ല് കിടക്കുന്നത് അതിലൊരു മാറ്റവും വരുത്താതെ അതിനെ അതുപോലെ ഉപയോഗിക്കുന്നതിനാണ് പറയുക യൂട്ടിലൈസേഷൻ. ദേ യൂസ് സ്റ്റോൺ ആസ് ഇറ്റ് വാസ് വിത്തൗട്ട് എനി ചേഞ്ച്. ദെൻ വാട്ട് ഈസ് ദിസ് ഫാഷനിങ്? ഫാഷനിങ് മീൻസ് ആ കിട്ടുന്ന സ്റ്റോണിനെ അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുന്നതിനാണ് ഫാഷനിങ് എന്ന് പറയുക. കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിച്ചു, എന്നാൽ അതിന് പ്രത്യേക ഷേപ്പുകളോ ഒന്നുമില്ല. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ തേർഡ് സ്റ്റേജ് ഈസ് സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇൻ സ്റ്റാൻഡേർഡൈസേഷൻ വി ക്യാൻ സീ പർട്ടിക്കുലർ ഷേപ്പ് ഇൻ ദെയർ വെപ്പൺസ്. They convert or they change this stone into certain specific shape for the use. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റോണിനെ പ്രത്യേക ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡേർഡൈസേഷൻ. യൂട്ടിലൈസേഷൻ വെരി വെരി പ്രിമിറ്റീവ്. ഫാഷനിങ് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നു. ഇൻ സ്റ്റാൻഡേർഡൈസേഷൻ ദേ make the tools and implements in a particular shape. ഇപ്പോൾ ഒരു ആക്സ് പോലോ ഒരു നീഡിൽ പോലോ ഒക്കെ പ്രത്യേക ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ഈ 3 സ്റ്റേജിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ഏതാണ്? സ്റ്റാൻഡേർഡൈസേഷൻ. ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള സ്റ്റേജ് ഏതാണ്? യൂട്ടിലൈസേഷൻ. ഓക്കെ, യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡേർഡൈസേഷൻ. ദീസ് ആർ ദ 3 സ്റ്റേജസ് ഓഫ് പാലിയോലിത്തിക് ഏജ്. ദെൻ പാലിയോലിത്തിക് കേവ്സ്. നമുക്ക് ഈ പാലിയോലിത്തിക് ഏജിനെ പറ്റി നമുക്ക് കുറച്ച് നോളജൊക്കെ കിട്ടുന്നത് ഈ കേവ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ്. പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ചില കേവുകളെ ഫ്രാൻസ്, റഷ്യ, സ്പെയിൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേവുകളൊക്കെയാണ് കുറേ ഇൻഫർമേഷൻസ് പാലിയോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സിനെ സംബന്ധിച്ച് we got so many informations and knowledge from this Paleolithic caves. Which are the Paleolithic caves? Paleolithic caves ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഷോവേ, it is in France. Second one Lascaux is also in France. And third one Sarajevo, it is in Russia. Then La Garma, it is in Spain. And Cusack is also in France. So from France, from Russia, from Spain, we discover so many Paleolithic caves. And these Paleolithic caves gave us a lot of information, the characteristic features of
Paleolithic people, Paleolithic primitive human beings. So, Chauvet, Lascaux, Sarayas, Lagarma, and Kazakh, all these are the caves of Paleolithic time. Okay? Which were the communication techniques of Paleolithic age? These Paleolithic people, these primitive Stone Age people, they have a particular type of communication. Which are the different communication techniques of Paleolithic people? First one, simple flowing lines. ഇതൊക്കെ നമുക്ക് എവിടുന്നാണ് ഈ നോളജൊക്കെ കിട്ടുന്നത്? ഈ കേവ്സിൽ നിന്നാണ്. കേവ്സുകളെ നന്നായിട്ട് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇവർക്ക് ചില കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. പാലിയോലിത്തിക് പീപ്പിൾ ഒന്നാമത്തെ അവരുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിൽ വെച്ച് വരയ്ക്കുന്നില്ല വരകളെ നമ്മൾ എന്താ പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻസ് എന്നാണ് പറയുന്നത്. സ്കെയിലൊന്നും ഉപയോഗിക്കാതെ വെറുതെ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഫ്ലോയിങ് ലൈൻസ് വരയ്ക്കാൽ നമ്മൾ അതിനെ എന്ത് പറയണം? സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ്. അപ്പോൾ നമ്മുടെ ഈ പാലിയോലിത്തിക് കേവ്സിൽ നമുക്ക് ധാരാളം സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് കാണാൻ പറ്റി. ഈ ലൈൻസ് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കായിരുന്നു, സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ്. ഈ ലൈൻസിന് ചില മീനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ മീനിങ്സ് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് ചില എന്താണ് കാര്യങ്ങൾ അവർക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ദെൻ കാർവ്ഡ് ഇമേജസ്, ചില കാർവ്ഡ്, അതായത് വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റോൺ ഉപയോഗിച്ച് ഈ പാറയിലൊക്കെ കാർവ് ചെയ്തുണ്ടാക്കുന്ന ഇമേജസിനെയാണ് നമ്മൾ കാർവ്ഡ് ഇമേജസ് എന്ന് പറയുക. ഈ കാർവ്ഡ് ഇമേജസ് അത് അനിമൽസിനെ പറ്റിയോ അല്ലെങ്കിൽ വിമൻ ഇമേജസ് ഒക്കെ നമുക്ക് ചില കേവ്സിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നിക്കായിരുന്നു, കാർവ്ഡ് ഇമേജസ്. ദെൻ സ്കൾപ്ചേഴ്സ്, കൊത്തുപണികൾ, സ്കൾപ്ചേഴ്സ്. പാറയിലൊക്കെ സ്റ്റോണിലൊക്കെ അവരിങ്ങനെ ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ച്, ടൂൾസ് ഉപയോഗിച്ച് സ്കൾപ്ചേഴ്സ് നിർമ്മിച്ചിരുന്നു. ദീസ് സ്കൾപ്ചേഴ്സ് ഓൾസോ വാസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, technique. So there were three communication techniques for Paleolithic age. First one, simple flowing lines. Second one, carved images. And the third one, sculptures. All these are communication techniques of Paleolithic people. അപ്പം നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഈ ജസ്റ്റേഴ്സ് അല്ലേ, പല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോഡ് ഉപയോഗിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ചില കോഡുകൾ അവർക്ക് ഈ രീതിയിലുള്ള 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആയിരുന്നു. ദെൻ ടൂൾസ് ഓഫ് പാലിയോലിത്തിക് ഏജ്. ഒരു ഏജിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ ടൂൾസ് ഉപയോഗിച്ചാണല്ലോ നമ്മൾ ആ ഏജിൻ്റെ പേര് പോലും നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ സ്റ്റോൺ ഏജ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ദേ യൂസ് സ്റ്റോൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്. മെറ്റൽ ഏജ് എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ദേ യൂസ് മെറ്റൽ ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് മെറ്റൽ വെപ്പൺസ്. ഓക്കെ, സോ വിച്ച് ആർ ദ ടൂൾസ്? വിച്ച് വെയർ ദ പാലിയോലിത്തിക് ടൂൾസ്? പെബിൾ ടൂൾസ്, ബൈഫേസ് ടൂൾസ് ആൻഡ് ഫ്ലേക്ക് ടൂൾസ്. വാട്ട് വാസ് ദിസ് പെബിൾ ടൂൾ? പെബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷാർപ്പായിട്ടുള്ള എഡ്ജുകളൊക്കെ ഒഴുകുന്ന വെള്ളത്തിലൂടെ സ്റ്റോൺ ഇങ്ങനെ മൂവ് ചെയ്ത് അത് പെബിളായി മാറുന്നു അല്ലേ. വളരെ സ്മൂത്തായിട്ടുള്ള പെബിൾസ് നമുക്ക് എവിടുന്ന് കിട്ടും? നമ്മുടെ റിവേഴ്സിൽ നിന്നൊക്കെ ലഭിക്കും. ഇങ്ങനെയുള്ള പെബിൾ ടൂൾസ് പാലിയോലിത്തിക് പീപ്പിൾ ഉപയോഗിച്ചിരുന്നു. അവർ റിവേഴ്സിൽ നിന്നൊക്കെ പെബിൾസ് കണ്ടെത്തി അതിനെ അവർ ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നു, പെബിൾ ടൂൾസ്. ബൈഫേസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടൂൾസിന് 2 ഫേസ് കാണും. ബൈ എന്നുള്ള മീനിങ് 2 ഫേസ് ഉള്ള ടൂൾസ്. അപ്പോൾ ചില എഡ്ജൊക്കെ ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അവരെ ബൈഫേസ് ആയിട്ടുള്ള 2 ഫേസ് ഉള്ള ടൂൾസ് ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, ദെൻ ഫ്ലേക്ക് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കല്ലുകളെ ചെറിയ ചീളുകളാക്കി മാറ്റുക. ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ മീനിങ് ചീൾസ് അല്ലേ. അങ്ങനെ വലിയ കല്ലുകളെ അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചീളുകളാക്കി ആ ചീളുകളെ ഉപയോഗിച്ച് അതിനെ ഒരു ടൂളാക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ പറയുക ഫ്ലേക്ക് ടൂൾസ്. സോ പാലിയോലിത്തിക് ഹ്യൂമൻ ബീയിങ്സ് ദേ യൂസ് 3 ടൈപ്പ് ഓഫ് ടൂൾസ്: പെബിൾ ടൂൾസ്, ബൈഫേസ് ടൂൾസ് ആൻഡ് ഫ്ലേക്ക് ടൂൾസ്. ഓക്കെ, അപ്പോൾ ഒരു കല്ലായിട്ടിരിക്കുമ്പോൾ അതിനെ കോർ എന്നാണ് പറയുന്നത്. അതിനെ ചെറിയ ചീളുകളാക്കുമ്പോഴാണ് ഫ്ലേക്ക് എന്ന് പറയുക. ഓക്കെ, ദെൻ നമുക്ക് ടൂൾസ് ഒക്കെ ഒന്ന് കാണാം. പാലിയോലിത്തിക് പീപ്പിൾ യൂസ് ദീസ് ടൈപ്പ് ഓഫ് ടൂൾസ്: സ്റ്റോൺ ടൂൾസ്,
big rough tools, and they use pebble tools and this flake tools. ഇവിടെ നിങ്ങൾക്ക് ഫ്ലേക്ക് ടൂൾസും കാണാം, ചീള പോലെ. Then some sort of shape, sharp edges, needles, stone axe, spears, all type of tools were used by Paleolithic people. The most important feature of these Paleolithic tools were they were big, they were rough, and they have certain shapes. Okay. Then Paleolithic caves-ന്റെ പേരുകളൊക്കെ ടീച്ചർ പറഞ്ഞായിരുന്നു. സ്പെയിൻ, റഷ്യ, ദെൻ ഇംഗ്ലണ്ട്, ദെൻ ഫ്രാൻസ്. ഇപ്പം നിങ്ങൾക്ക് അവിടെ യൂറോപ്പാണ് നമുക്കവിടെ മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. യൂറോപ്പിലെ ചില രാജ്യങ്ങൾ, അതായത് ഫ്രാൻസ്, അതുപോലെ തന്നെ ഒരു ഏഷ്യൻ രാജ്യമാണ് റഷ്യ, എങ്കിലും യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്നു. റഷ്യ, സ്പെയിൻ ഒരു യൂറോപ്യൻ രാജ്യമാണ്. ഇവിടെയൊക്കെയുള്ള ഷോവെ, ലാസ്കോ, സറയക്, ലാഗർമ, കുസാക് പോലുള്ള പാലിയോലിത്തിക് കേവ്സ് ആണ് ഈ പിക്ചറിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഈ പിക്ചർ നന്നായിട്ടൊന്ന് നോക്കി ആ ഒരു സൈറ്റുകളൊക്കെ, കേവ്സ് ഒക്കെ എവിടെയായിരുന്നു എന്ന് നിങ്ങളോട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. മിക്കവാറും എല്ലാ കേവ്സും നമുക്ക് യൂറോപ്പിലൊക്കെയാണ് കാണപ്പെടുക. യൂറോപ്പിലാണ് പാലിയോലിത്തിക് കേവ്സ് ഒക്കെ കൂടുതലും ഉള്ളത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ്? പാലിയോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത് ബൈഹാർട്ട് പഠിച്ചോണം. ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഓർത്തു വെക്കുക അല്ലേ. ദേ യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്. ദേ ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. ഹണ്ടിങ് ആൻഡ് ഗാദറിങ് വെയർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. എന്താണ് ഈ ഗാദറിങ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കാട്ടിൽ കൂടെ നടന്ന് പറിച്ചും കുഴിച്ചെടുത്തും ഒക്കെ കണ്ടെത്തുക, എന്നിട്ട് അത് ഭക്ഷണമാക്കുക. ഹണ്ടിങ് ആൻഡ് ഗാദറിങ് വെയർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ബാൻഡ്സ് വെയർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റി. ഈ ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അവരെപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ടാണ് മൂവ് ചെയ്തിരുന്നതും കേവ്സിലൊക്കെ താമസിച്ചിരുന്നതും. ബാൻഡ് എന്നാണ് ആ ഗ്രൂപ്പിന് പറയുക, ബാൻഡ്. അപ്പോൾ എന്താണ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത? 2 പ്രത്യേകതകളാണ് അവർക്കുള്ളത്. ഒന്ന്, ഒരു 100 ബിലോ പീപ്പിൾ ആയിരിക്കും, ഒരു 100 പേരിൽ താഴെയായിരിക്കും ഈ ബാൻഡ്സിലുള്ളത്. രണ്ടാമത്, അവർക്ക് ബ്ലഡ് റിലേഷൻ ഉണ്ടായിരിക്കും. ബാൻഡ്സിലുള്ള എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ രക്തബന്ധമുള്ളവരായിരിക്കും, ബ്ലഡ് റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രിമിറ്റീവ് ഹ്യൂമൻ ബീയിങ്സ്, ഈ പാലിയോലിത്തിക് ഏജിലെ പീപ്പിള് ബാൻഡ്സ് ആയിട്ടാണ് കഴിഞ്ഞിരുന്നത്. ബാൻഡ്സ് വെയർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ 100 പീപ്പിളിലും താഴെയായിരിക്കും ബ്ലഡ് റിലേഷൻ ഉണ്ടായിരിക്കും. മെൻ വെർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വിമൻ ഇൻ ഗാദറിങ്. ഓക്കെ, ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടി അവർക്കില്ലായിരുന്നു. ഡെയിലി അവർ പോയി ഫുഡ് ഹണ്ടിങ് നടത്തുന്നു, അല്ലെങ്കിൽ ഗാദറിങ് നടത്തുന്നു, ഫുഡ് അവർ കണ്ടെത്തുന്നു. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. ദെൻ നൊമാഡിക് ലൈഫ് പ്രിവൈൽഡ്. what is this nomadic life? No settled life. They move from one place to another daily. അവർ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ കേവ് കണ്ടെത്തിയാൽ കേവിൽ താമസിക്കും, കേവ് കണ്ടെത്തിയില്ലെങ്കിൽ അവർ ഓപ്പൺ സ്പേസിൽ താമസിക്കും. അപ്പോൾ അവരൊരിക്കലും ഒരു പ്രത്യേക സ്ഥലത്ത് സെറ്റിൽഡ് അല്ലായിരുന്നു. ദേ ലീഡ് എ നൊമാഡിക് ലൈഫ്. ദീസ് വെയർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ്. ഓക്കെ, ഇത് പഠിച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണേ. Then write a short note on Paleolithic cave paintings. പാലിയോലിത്തിക് കേവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ കേവ്സിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കേവ്സിലെ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ പെയിൻറ്റിങ്സ്, കേവ് പെയിൻറ്റിങ്സ്. ദീസ് പെയിൻറ്റിങ്സ് told us so many new information about Paleolithic people. Paleolithic humans used various colors to draw the cave paintings. They used colors. These colors were made by grinding plants, tree barks, fruits and mixing with the red stone powder. How they prepare colors? By grinding plants, ചെടികളുടെ കളറുള്ള ചെടികളുടെയൊക്കെ ഗ്രൈൻഡ് ചെയ്യും. അതുപോലെ ട്രീകളുടെ ബാർക്ക്, എന്താണ് ബാർക്ക്? തൊലി.
ട്രീയുടെ നമുക്കറിയാം പല ട്രീകൾക്കും പല നിറത്തിലുള്ള ബാഗ്സ് ഉണ്ട് അല്ലേ, തൊലിയുണ്ട്. അതിനെ അവർ ഇടിച്ചു പൊടിക്കും. അതുപോലെ ഫ്രൂട്ട്സ്, പല കളറിലുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യും, ഇടിക്കും, പൊടിച്ച് അതിനെ ആക്കും. എന്നിട്ട് അതിൻ്റെ കളർ എടുക്കും. അതിനെയൊക്കെ അവരെന്തുമായിട്ട് മിക്സ് ചെയ്യും? റെഡ് സ്റ്റോൺ പൗഡറുമായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് കളർ ഉണ്ടാക്കും. ഈ കളർ ഉപയോഗിച്ചാണ് അവർ പെയിൻറ്റിങ്സ് ചെയ്തിരുന്നത്. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ഇന്നർ വോൾസ് ഓഫ് ദ കേവ്സ് വെയർ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച്. സൺലൈറ്റ് എത്താത്ത കേവ്സുകളുടെ ഏറ്റവും ഇന്നർ വോൾസിൽ പോലും പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ മീനിങ് എന്താണ്? ദേ യൂസ് ദിസ് ഫയർ. അവർക്ക് ഫയറിൻ്റെ യൂസ് അറിയായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ ഫയർ ഉണ്ടാക്കിയിട്ടായിരിക്കുമല്ലോ അവരത് ലൈറ്റാക്കി. ആ ലൈറ്റിലാണ് ഇന്നർ പാർട്ടുകളിലൊക്കെ പിക്ചർ വരച്ചിരുന്നത്. ദേ ഡ്രോ പിക്ചേഴ്സ് ഓൺ ദ ഇന്നർ വോൾസ് ഓഫ് കേവ്സ്. ദേ വിർ മെയ്ഡ് ഓഫ് യൂസിങ് സ്റ്റോൺ നീഡിൽസ് ആൻഡ് ഷാർപ്പ് എഡ്ജ് വെപ്പൺസ്. ഈ പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ അവർ എന്തുപയോഗിച്ചിരുന്നു? സ്റ്റോൺ നീഡിൽസ് ആൻഡ് ഷാർപ്പ് എഡ്ജ് വെപ്പൺസ്. പെയിൻറ്റിങ്സ് ക്യാൻ ഓൾസോ ബി സീൻ ഓൺ ദ സീലിങ്സ് ഓഫ് ദ കേവ്. നമ്മുടെ ചർച്ചുകളിലൊക്കെ കാണുന്ന പോലെ കേവ്സുകളുടെ സീലിങ്സ്, അതിൻ്റെ മേൽഭാഗത്തും പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. സോ ദിസ് ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ഓഫ് പൈലലിത്തിക് പീപ്പിൾ വെയർ വണ്ടർഫുൾ. അവരുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കില്ലെന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഓക്കെ, അവർ കേവ്സിൽ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, ഇന്നർ വോൾസിലും വരച്ചിരുന്നു, കളേഴ്സ് ഉപയോഗിച്ചിരുന്നു. ഈ കളേഴ്സ് ഉണ്ടാക്കിയിരുന്ന പ്ലാന്റ്സ്, ബാർക്ക്, ഫ്രൂട്ട്സ് ആൻഡ് സ്റ്റോൺ പൗഡർ. ഓക്കെ, ദേ ഓൾസോ ഡ്രോ പിക്ചേഴ്സ് ഓൺ ദ സീലിങ്സ് ഓഫ് ദി കേവ്സ്. ഫീച്ചേഴ്സ് ഓഫ് രണ്ടാമത്തെ ഇതിലേക്ക് നമ്മൾ കയറുകയാണ്. മെസോലിത്തിക് ഏജ്. ഫീച്ചേഴ്സ് ഓഫ് മെസോലിത്തിക് പീപ്പിൾ. ദിസ് മെസോലിത്തിക് ഏജ്, ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം പാലിയോലിത്തിക് ടു നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു മെസോലിത്തിക് പീരീഡ്. എന്താണ് ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നതിൻ്റെ ആ മിഡിൽ പോർഷനിൽ വരുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുക. അപ്പോൾ മെസോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡാണ്. എന്തിൽ നിന്നും എന്തിലേക്കുള്ള ട്രാൻസിഷനാണ്? ഫ്രം പാലിയോലിത്തിക് ഏജ് ടു നിയോലിത്തിക് ഏജ്. സോ ഹൗ ദിസ് മെസോലിത്തിക് word, the word Mesolithic derived from a Greek word. Meso means middle and lithos means stone. അപ്പോൾ മിഡിൽ സ്റ്റോൺ ഏജ് എന്നാണ് ഇതിൻ്റെ മീനിങ്. മിഡിൽ സ്റ്റോൺ ഏജ്. what were the features of Mesolithic tools? മെസോലിത്തിക് ഏജ് ആയപ്പോഴേക്കും അവരുടെ സ്റ്റോൺ ടൂൾസിൽ ചില മാറ്റങ്ങൾ വന്നു. what was the change? These were smaller tools. പാലിയോലിത്തിക്കിനേക്കാളും സ്മോൾ ടൂൾസ് ആയിരുന്നു. മൈക്രോലിത്സ്, ദേ യൂസ് മൈക്രോലിത്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് മെസോലിത്തിക് ടൂൾസിനെ സംബന്ധിച്ച്. സ്മോളർ ടൂൾസ്. ഓക്കെ, സെക്കൻഡ് വൺ മൈക്രോലിത്സ്, വെരി സ്മോൾ ടൂൾസ്, വെരി സ്മോൾ ടൂൾ. മൈക്രോലിത്സ്, ദേ യൂസ് മൈക്രോലിത്സ്, സ്മോൾ ടൂൾസ്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ 2 പോയിന്റ് എഴുതുക. ഓക്കെ, മൈക്രോലിത്തിക് ടൂൾസ് ആണ് ഈ തന്നിരിക്കുന്നത്. സ്മോളാണ്, തീരെ ചെറുതാണ്, വെരി സ്മോൾ. വെരി സ്മോൾ മീൻസ് മൈക്രോലിത്സ്. കണ്ടോ, പ്രത്യേക ഷാർപ്പിനെസ് ഒക്കെയുള്ള സ്മോളായിട്ടുള്ള ടൂൾസാണ് മെസോലിത്തിക് ഏജിൻ്റെ ടൂൾസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. മിഡിൽ സ്റ്റോൺ ഏജ് എന്നാണ് മെസോലിത്തിക് ഏജിൻ്റെ മീനിങ്. മെസോലിത്തിക് കേവ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മെസോലിത്തിക് കേവ്സ് ആണ് ഭീംബേട്ക, ലഗ്ജാവോർ ആൻഡ് ഖത്തോട്ടിയ. ഭീംബേട്ക, ഇവിടെ നിങ്ങൾക്ക് ഭീംബേട്ക കാണാം. അതുപോലെ ലഗ്ജാവോർ അതവിടെ കാണാം. അതുപോലെ ഖത്തോട്ടിയ. ഓൾ ദീസ് ആർ ഇൻ മധ്യപ്രദേശ്, MP. മധ്യപ്രദേശിലെ 3 പ്രത്യേക കേവുകളാണ് ഇന്ത്യയിലെ മെസോലിത്തിക് സൈറ്റുകളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭീംബേട്കയുണ്ട്, ലഗ്ജാവോർ ഉണ്ട്, ഖത്തോട്ടിയ ഉണ്ട്. അപ്പോൾ ഭീംബേട്ക എന്ന് കണ്ടാൽ ഉടനെ നിങ്ങൾ ഏത് ഓർത്തോണം? മെസോലിത്തിക്, ഭീംബേട്ക. Then Mesolithic caves in India, Bhimbetka, then Lagjaur, then Khattotia. These are the Mesolithic caves in India. All these 3 Mesolithic caves were in